ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 4 മണി, വൈകുന്നേരം 4 മണിയാവാറായി. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ പോകണമായിരുന്നു. അപ്പം അമ്മേനെ വിളിച്ചു ഡോക്ടറെ കാണാൻ കൂടെ ചെല്ലാൻ വേണ്ടി. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ്. പക്ഷേ ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഞാൻ ഒരുങ്ങിയിട്ട് സംസാരിക്കാം. കാരണം ഇപ്പം അമ്മ വിളിക്കും, അവിടെ ഞാൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ നാൾ കൊണ്ട് ഞാൻ ഇങ്ങനെ അമ്മയായിട്ടൊന്ന് പുറത്ത് പോകണം. കല്യാണത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അമ്മയായിരുന്നു എപ്പോഴും എല്ലായിടത്തും പോകുന്നത്, ഞാനും അമ്മയും കൂടെ ആയിരുന്നു. അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മയായിട്ടൊന്ന് പുറത്ത് പോകണം, ഫുഡൊക്കെ കഴിക്കണം, സിനിമയ്ക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നടക്കുന്നില്ലായിരുന്നു. മെയിനായിട്ട് സൺഡേ ആണ് അമ്മയ്ക്ക് ലീവ് ഉള്ളത്. അപ്പോൾ സൺഡേ ഇവിടെ അണ്ണനും കാണും. അപ്പം അണ്ണനെയും ഇട്ടിട്ട് പറഞ്ഞിട്ട് വിഷമം. അപ്പോൾ അങ്ങനെ പോയി നടന്നില്ല. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണാൻ പോകുന്നത് കൊണ്ട് ഇന്ന് ഞാനതൊരു ഡേ ഔട്ടും കൂടെ ആക്കി അതിന് ഇത്ര ഒരുങ്ങുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വൈകിട്ടാണ് ഡോക്ടറുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ കൊല്ലത്താണ് പോകുന്നത്. അപ്പോഴത്തേക്കും ഇന്നൊരു എനിക്ക് സ്പെഷ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ പുറത്ത് പോകാൻ കുറേ നാളായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലാണ് കൂടുതലും അമ്മയും ഞാനും കൂടെ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്. ഒറ്റയ്ക്ക് മീൻസ് വേറെ ആരുമില്ല, ഞാനും അമ്മയും കൂടെ മാത്രം പോയത്. അപ്പം ഇന്ന് വീണ്ടും അടുത്ത ഹോസ്പിറ്റൽ പോക്കായി. അപ്പം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. ഇന്നൊരു ചെറിയ ഹോസ്പിറ്റലിൽ നേരെ ഇറങ്ങിയ ഒരു ഡേ ഔട്ട് പോലെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയെ കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. നടന്നില്ല സത്യം പറഞ്ഞാൽ. നടക്കാഞ്ഞത് ഇതൊക്കെയാണ് കാരണം. അപ്പം ഇന്ന് ആളെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്നൊന്ന് പുറത്ത് മീൻസ് ഡോക്ടറുടെ വീട്ടിൽ കൊല്ലത്ത് പോകണം. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയായിട്ട് എല്ലായിടും അമ്മയായിട്ട് പോയി സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അമ്മ ഇപ്പോൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകണേ, ഞാനായിരുന്നല്ലോ കൂട്ട് പോകുന്നത്. അപ്പം ഇന്നലെ ഞാൻ മുടി വെട്ടി കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ലെയർ കട്ട് വെട്ടി, മുടിയെല്ലാം ചീത്തയായി. അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് വെട്ടിയത്. അപ്പോൾ അമ്മയായിട്ട് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അപ്പം അമ്മ ഭയങ്കരമായിട്ട് എല്ലാം മിസ് ചെയ്യുന്നത് ഇങ്ങനെ ഇന്നാളെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും, എല്ലായിടവും പോകുന്നത് നീയായിട്ടായിരുന്നു പോകുന്നത്, മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് അമ്മയായിട്ട് പോകുന്നത്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല. ഇന്നലെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ വീട്ടിൽ പോവാം, വൈകിട്ട് പോവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും വിചാരിച്ചല്ല. ഇന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതൊരു ഓർമ്മയ്ക്ക് കിടക്കട്ടെ, അവിടെ നേരത്തെ ഇറങ്ങാൻ പറ്റണേ എന്നൊക്കെ എൻ്റെ പ്രാർത്ഥന. അപ്പം 4 മണിയാകുമ്പോൾ കേരളപുരം ജംഗ്ഷനിൽ വരാമെന്നാണ് പറഞ്ഞത്. 4 മണിയായി. അമ്മ ഇന്ന് ജോലിക്ക് പോയി. അപ്പോൾ ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടേ വരുള്ളൂ. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് റെഡിയായിട്ട് ജംഗ്ഷനിലോട്ട് ചെന്നാൽ മതി. എനിക്കിവിടെ നടന്ന് പോയത്, അമ്മ അവിടെ ബസ്സിൽ വരും. അപ്പം അതാണ് ഞാൻ റെഡിയായി സംസാരിക്കുന്നത്. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കറണ്ട് വന്ന, ഒരു 3:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. ഇന്നത്തെ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. അപ്പം ഞാൻ കുത്തിയിട്ടിട്ട് അതാണ് സമയം പോയത്. മെയിനായിട്ട് കുത്തിയിട്ടു. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഇതമ്മ എവിടെയെങ്കിലും ഇരുന്നോളൂ. ഇച്ചിരി കൂടെ നല്ല നീളം ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ കണ്ണൊക്കെ കേട്ടോ. നമ്മൾ ഒരുങ്ങാതെ മെനയായിട്ട് ചെന്നില്ലെങ്കിൽ ഉടനെ ചെല്ലുമ്പോൾ പിന്നെ പരാതിയാണ്, അയ്യോ എന്താ പൊട്ടുടങ്ങി, എന്താ നമ്മുടെ അമ്മമാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരുങ്ങാതൊക്കെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നോക്കില്ല. ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ ഒരു സിന്ദൂര ഡപ്പ വാങ്ങിച്ചു. ക്യൂട്ടായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്യൂട്ട് സാധനം. റെഡിയായിട്ട് ഉള്ളോട്ട് പ്രത്യേകിച്ച് വേണ്ട. നമുക്ക് പോകാം.
ജംഗ്ഷനിൽ പോയി അമ്മയെ വിളിച്ചു. അമ്മ അങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. എന്താവുമെന്ന് നോക്കാം. ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ജംഗ്ഷനിലോട്ട് പോവാണ്. അമ്മ അങ്ങോട്ട് വരും. അപ്പം എന്നിട്ട് ഓക്കെ, ബാക്കി വഴി കാണാം. നമുക്ക് വേഗം, സമയം എത്ര 4:10, വേഗം പോവാം. ഞാൻ ഇറങ്ങി വിട്ടിട്ട് നടക്കാൻ കുറച്ച് ദൂരം നടന്ന് പോവാണ്. വീടിനോട്ടുള്ള വഴി ചെറിയൊരു കയറ്റമുണ്ട്. അടുത്തൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇത് നമ്മുടെ വഴിയാണ്. അയ്യോ, കയറി. ഞാൻ ജംഗ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും അമ്മ വന്നു. കുട്ടി എന്നേക്കാളും മുന്നേ എത്തിയിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. ഞാൻ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ വേണമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇപ്പം തന്നെ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാൻ കടയിൽ കയറി. ഓരോ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവസാനം ഈ ചെരുപ്പ് സെറ്റായി. ഇത് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു ഇത് മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഇവിടെ തന്നെ കടയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി വാങ്ങിച്ചു. എടുക്കല്ലേ, ഞാൻ ബ്ലോഗ് ഇടുന്നുണ്ട്. അമ്മയുടെ പുറത്ത് പോകാൻ അമ്മയോട് പറഞ്ഞു ഡോക്ടറെ കാണാൻ പോകാൻ. എന്നാലും ഭയങ്കര വെട്ടല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ കൊല്ലത്തോട്ടുള്ള ബസ് വരുന്നുണ്ട്. ഹായ് പറ. നമ്മൾ കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനടുത്ത് ഇറങ്ങി. ഞങ്ങൾ നടക്കുകയാണ്, കുറച്ച് ദൂരം നടക്കണം ഡോക്ടറുടെ വീട്ടിലോട്ട്. ഞങ്ങൾ ഡോക്ടറുടെ വീട്ടിലെത്തി. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്നിവിടെ ഇല്ലായിരുന്നു. ശരിക്കും ഞങ്ങളുടെ നമ്പറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി കേട്ടോ. കാർഡിയോളജി ഡോക്ടറെ കാണാനാണ് വന്നത്. അപ്പോഴത്തേക്കും ഡോക്ടർ ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു ആൻറ്റി ഇരുന്നായിരുന്നു. അവർ നമ്പറൊക്കെ തന്നിട്ട് ഞാൻ വിചാരിച്ചു വിളിച്ചിട്ട് പിന്നെ വേറൊരു ദിവസം പോകാം. ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നിട്ട് ഡോക്ടറെ കണ്ടില്ല ഗൈസ്. ഇനി അമ്മ സൈഡായി. ഇനി എന്താ അടുത്ത പരിപാടി? ഒരു ചായ കുടിക്കണം. പിന്നെ ഒരു കടി നിന്നണം. അത് ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. ജോലി കഴിഞ്ഞ് വന്നിട്ട് കൂടി വന്നതാ. ഡോക്ടറെ കണ്ടില്ല. നമ്പർ എഴുതി അടിച്ചു. അവരുടെ മോള് വിളിച്ചു. ചായ കുടിക്കാൻ പോകാം. ഹെവി ആയിട്ട് എന്തെങ്കിലും വേണോ? ഹെവി ഒന്നും വേണ്ട, ലൈറ്റ് മതിയാ? ഓക്കെ, ചായ കുടിക്കാൻ പോകാം. എവിടെ പോണേ? അർബിമാളി. ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങളെ വിഷമിക്കത്തില്ല അല്ലേ? ഞങ്ങൾ മാളിലൊന്ന് കയറാൻ വിചാരിച്ചു. നമ്മുടെ RP മാളിൽ. അമ്മ കയറിയിട്ടുണ്ടല്ലേ RP മാളിൽ? നമ്മളെ പോയല്ലേ പ്രാവശ്യം. കൊല്ലം. അപ്പോൾ എന്തായാലും ഡോക്ടറെയും കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മയും കൊണ്ട് സമയമുണ്ട്, നല്ല സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അമ്മയായിട്ട്. പിന്നെ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മാളിലൊന്ന് കയറാം. ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയതാണ്. അപ്പോൾ ഇന്നും കൂടെ കയറാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങുന്ന പോലെ ചുമ്മാ. അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കണ്ട് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മാളിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു. മഞ്ഞേ ചവിട്ട, അതെ ബ്ലാക്ക് മാത്രം ചവിട്ടണം. ഞാൻ മഞ്ഞേ ചവിട്ടണം. ഞാൻ ഓക്കെ. അമ്മ എസ്കലേറ്ററിൽ കയറിയിരിക്കുന്നു. ശരിയാ, ഞങ്ങൾ അന്ന് സാന്റാമോണിക്ക് വന്നതല്ലേ. കുഴപ്പമില്ല, കൊച്ചും കയറി. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ കണ്ട് നടക്കാത്രേ ഉള്ളൂ. പോകാം നമുക്ക്. ഒന്നും വേണ്ടേ? വേണ്ട. ഓ, ഇവിടെ കൊച്ചിന് ഉള്ള ചായയൊന്നും ഇല്ല ഇവിടെ.
സത്യം പറയാ അയ്യോ ഇറങ്ങിയാലോ. പണിയായിരുന്നു. ഓക്കെ, ഇനി ഇറങ്ങണമല്ലോ. ഇനി ഇറങ്ങണം. ഇനി അവിടെ ചെന്നിട്ട് ഇറങ്ങേണ്ടത്. ഇനി അവിടെ ചെന്നിട്ട് ഇറങ്ങേണ്ടത്. നിങ്ങൾ ആർട്ടി മാളിൽ കയറിയിട്ട് ഇറങ്ങുകയാണ്. അമ്മയ്ക്കൊന്നും വേണ്ട, അമ്മയ്ക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് പുറത്ത് അല്ല തട്ടുകടയിൽ ചായ വല്ലതും മതി, വേറെ ഒന്നും വേണ്ട അമ്മയ്ക്ക്. ഓക്കെ, നമുക്ക് ആ ചായ കുടിക്കാം. ആർട്ടി മാളിൽ കയറിയിട്ട് ഒന്നും കുടിക്കാതെ പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കും. അയ്യോ എനിക്ക് വയ്യ. നടക്കുക കൊല്ലത്തെ വിജന വഴി കൂടെ നമ്മൾ വിജന പിള്ളേരെല്ലാം ഡ്രസ്സും ഒക്കെ നടക്കുക. ഓക്കെ, മാളിൽ കയറിയിട്ട് ചായക്കട തിരക്കി നടക്കുക ഞങ്ങൾ. എന്താ വേണം കഴിക്കാൻ? എന്തെങ്കിലും നേടിയില്ലേ? മെനുവിൽ അമ്മയ്ക്ക് അപ്പം മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം മതി. അപ്പം വേണമെങ്കിൽ മേടിക്കാൻ വയ്യല്ലേ? എനിക്ക് വേറെ എന്തുവാ നോക്കാം. വേറെ ഒന്നും തോന്നി. ചായ ലവർ ചായ തിരക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ചായയുണ്ട്. ലവറിൻ്റെ ചായ വന്നിട്ടുണ്ട്. ചായ തിരക്കി എങ്ങനെയുണ്ട്? കൊള്ളാം. ചായ തിരക്കി നടന്ന് ക്ഷീണിച്ച് ഇവിടെ വേണം. നമ്മുടെ ബിഷപ്പ് ജെറോം നഗറാണ്. നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. നല്ല ചായ കുടിച്ചു. എനിക്ക് കോഫിയാണ് പറഞ്ഞത്, അമ്മയ്ക്ക് ചായ. വന്നിട്ടുണ്ട്. എവിടെ എൻ്റെ വിരല് വലിച്ചിട്ടുണ്ട്. കൊള്ളാം കോഫി. സൂപ്പർ കോഫി. ചായ കൊള്ളായിരുന്നു. ചായ ഉണ്ട്. ഞാൻ അപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കറിയും വന്നിട്ടുണ്ട്. എടുത്തോ എനിക്കൊന്നും കൂടെ ഒന്നാമത് എനിക്ക് വയറിന്ന് ഇറങ്ങി. എന്തെടുത്തിട്ട് കാപ്പി കുടിച്ചു. കുറേ നാൾക്ക് ശേഷമല്ലേ നമ്മൾ പുറത്തൊന്ന് കഴിക്കണം. അമ്മ എന്തെങ്കിലും ലൈറ്റായിട്ട് മതിയെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് മനസ്സ് തോന്നിയില്ല. പിന്നെ അമ്മയായാലും ജോലി കഴിഞ്ഞ് പെട്ടെന്ന് ഓടിപ്പടിച്ച് വന്നേ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹെവി ആയിട്ട് തന്നെ കഴിക്കാം. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നടക്കാൻ വയ്യാതെ നടക്കാൻ രണ്ടപ്പം മതി, അത് മൂന്നപ്പം രണ്ടപ്പം മതിയായിരുന്നു, ഓർത്തില്ല. ഇനി അങ്ങോട്ടാ? ഇനി നമ്മൾ പോവാണ്, തിരിച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ പോകാം. ഇരട്ടിയല്ല, ഞങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മ ഉച്ച കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് അല്ല നമുക്ക് ഇനിയത്തെ വരവിന് അതെ ഇനി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വരുന്നത്. ഇനിയത്തെ വരവിന് നോക്കട്ടെ. നാളെ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല നാളെ ഇനി വിളിച്ചിരുന്നു അടുത്ത ആഴ്ച വരാം. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ബസ് കയറാൻ വേണ്ടി കുറച്ച് നടക്കണം. ഇവിടെ ഒന്നും നിർത്താത്തില്ല, കുറച്ച് നടക്കണം. സമയം ഇരട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല പോലെ എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ വന്നിട്ട്? ഡോക്ടറെ കണ്ടില്ല, കുറച്ച് കറങ്ങി, അല്ലാതെ ഡോക്ടറെ കണ്ടില്ല കേട്ടോ. ഡോക്ടറെ ഞങ്ങൾ വേറൊരു ദിവസം കഴിയുമ്പോൾ കാണും. ഡോക്ടറെ കാണാൻ വന്നതാ. ബസ് വന്നില്ല, ബസ് വന്നിട്ടാണ് നമ്മുടെ ചിന്നക്കട, കൊല്ലം ചിന്നക്കട. ഇത് നമ്മുടെ അങ്ങോട്ട് പോകുന്ന ബസ്സാണ്, പക്ഷെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറാറില്ല ശരിക്കും. ഞങ്ങൾക്ക് വേഗം എത്തണം. ഞങ്ങൾ KSRTC കയറുള്ളൂ. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്
ഇങ്ങോട്ട് വരുമോ? നേരെ പോകുന്നല്ല ബസ്സോ? അത് അങ്ങോട്ടുള്ളതെന്ന്. അതാണ് ചിന്നക്കട. ചിന്നക്കട ഞങ്ങളുടെ റൗണ്ട്. ചിന്നക്കട റൗണ്ട്. പ്രൈവറ്റ് ബസ്സിൽ കയറത്തില്ല, KSRTC കയറുള്ളൂ. KSRTC വരാൻ വേണ്ടി ഞങ്ങളുടെ ബസ് വന്ന് പുനലൂർ ബസ്. ബസ്സിൽ കയറി ഞങ്ങൾ പോവാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു യാത്ര. ഓക്കെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോവാണ്. ദൂരെ പോകുന്ന പോലെ വ്ളോഗിൽ പുതിയ ഒരാള് വിളിക്കാത്ത ഒരാൾ വന്നിരിക്കുകയാണ്. എന്നെ വിളിക്കാൻ അണ്ണനും വന്നു. ഞാനും പോണ വീട്ടിൽ. അങ്ങനെ അമ്മയും പോയി. പിന്നെ ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്കും ടാറ്റാ.